back. I won't go back. This is your lot. This is not your property. I want to go. Why they were standing here when you were here? Mohan? Yeah. Yeah. No, I will not go. You were giving them protection here. Police, they were standing here at the police protection. I will not go from here. If the police itself is breaking the law, who will uphold the law? ഒരു നിയമാനുസൃതമായിട്ടുള്ള രീതിയിലല്ലാതെ ഒരു തരത്തിൽ ഉപകാരപ്രദമല്ലാത്ത വിദ്യാർത്ഥി പ്രതികളെ ഒരു സീറ്റിനകത്ത് പോലും വിജയിപ്പിക്കാത്ത തരത്തിലേക്ക് കേവലം കെ സുരേന്ദ്രൻ BJPയുടെ ഓഫീസിൽ നിന്ന് എഴുതി നൽകിയ പേപ്പറിന്റെ അടിസ്ഥാനത്തിലേക്ക് സെനറ്റിലേക്ക് തിരികെ എടുത്തതിന്റെ പേരിൽ കേരളത്തിനകത്ത് കലുഷിതമായ സമരമാണ് SFIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഗവർണറെ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ഈ നിലമേലിനകത്തേക്ക് കൊല്ലം ജില്ലയ്ക്കകത്ത് SFI നേതൃത്വം കൊടുക്കുന്നത്. അതിനകത്തേക്ക് അദ്ദേഹത്തിന് ഈ SFI അദ്ദേഹം ബ്ലഡി ക്രിമിനൽസ് എന്നടക്കം വിളിച്ച SFI എന്താണ് എന്നുള്ള സമരച്ചൂട് അങ്ങ് കോഴിക്കോടും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും പാലക്കാടും തിരിച്ചറിഞ്ഞ് കൊല്ലത്ത് ഇതാ കടന്നു വരാൻ പോവുകയാണ്. ഈ സമരം വലിയ സന്ധിയില്ലാത്ത സമരമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. അതായത് വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ചില്ലാതാക്കുക എന്നുള്ള ശൈലിയുണ്ട്. അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ്. പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ്. ആ ശൈലി സംസ്ഥാന ഭരണത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി, സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗവർണറെ വരുതിക്ക് നിർത്താം എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് തീക്കളിയാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ഉത്തരവാദിത്തം, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നത് മാധ്യമപ്രവർത്തകരെ അറിയിച്ചുകൊണ്ട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സംസ്ഥാന ഇൻ്റലിജൻസിന് അറിയാമെന്നാണ്. സംസ്ഥാന ഇൻ്റലിജൻസിന് അറിയുമെങ്കിൽ സംസ്ഥാന ഇൻ്റലിജൻസ് മുൻകൂട്ടി ആളുകളെ മാറ്റണം, പോലീസ് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഗവർണറുടെ റൂട്ട് വഴിതിരിച്ചു വിടണം. ഇത് രണ്ടും ചെയ്യാതെ ഗവർണറെ ഈ ഗുണ്ടകളെ കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക, ഗവർണറെ പറ്റിയാൽ അപായപ്പെടുത്താനടക്കം സാഹചര്യം ഒരുക്കുക.